Okay, next we can see സെയിൽ ബൈ നോൺ ഓണേഴ്സ്. നോൺ ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ഓണേഴ്സ് അല്ല അവരൊരു സാധനം വിറ്റിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതിലുള്ള ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതിൻ്റെ റൂൾസ് നമുക്ക് പഠിക്കാം. അപ്പോൾ ദർ ആർ സിറ്റുവേഷൻസ് വെൻ ദ സെല്ലർ ഇസ് നോട്ട് ഇൻ ഫാക്ട് ദ ഓണർ ആൻഡ് ബയർ ബൈസ് ദ ഗുഡ്സ് ഫ്രം സച്ച് എ പേഴ്സൺ ബിലീവിങ് ദാറ്റ് ദ സെല്ലർ ഇസ് ദ റിയൽ ഓണർ. അപ്പോൾ അവിടെ വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബയറിന് ശരിക്കുള്ള ടൈറ്റിൽ കിട്ടുമോ, അതായത് ഓണർഷിപ്പ് കിട്ടുമോ എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ജനറൽ റൂൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇഫ് എ പേഴ്സൺ ഹു ഹാസ് നോ റൈറ്റ് ഓർ ടൈറ്റിൽ ടു ദ ഗുഡ്സ് സോൾവ് ദ സെയിം, അതായത് ശരിക്കും ഓണർ അല്ലാത്തൊരാൾ സാധനം വിറ്റിട്ടുണ്ടെങ്കിൽ ദ ബയർ കനോട്ട് ഒബ്റ്റെയിൻ എനി റൈറ്റ് ഓർ ടൈറ്റിൽ ടു ദ ഗുഡ്സ് വിച്ച് ഹീ പർച്ചേസ്ഡ് ഈവൻ ദോ ഹീ മേ ഹാവ് ആക്റ്റഡ് ഹോണസ്റ്റ്ലി ആൻഡ് പെയ്ഡ് ദ വാല്യൂ ഫോർ ദ ഗുഡ്സ് എന്നാണ് പറയുന്നത്. ബയർ ഇപ്പോൾ ശരിക്കും കാശൊക്കെ മുടക്കിയിട്ടൊക്കെ വാങ്ങിയ സാധനമാണെങ്കിൽ കൂടി ഒരു റിയൽ ഓണർ അടുത്ത് നല്ല വാങ്ങുന്നതെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടില്ല എന്നുള്ളതാണ് ജനറൽ റൂൾ, ഓണർഷിപ്പ് കിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ സഹിതം പറയുന്നുണ്ട്. എ എന്ന് പറഞ്ഞ ഒരാൾ എന്താ ചെയ്തതെന്ന് അറിയോ? എ സ്റ്റീൽസ് എ റിസ്റ്റ് വാച്ച് ബിലോങ്ങിങ് ടു ബി. അപ്പോൾ ആരാ ശരിക്കും അവിടുത്തെ ഓണർ? ആരാ? ബി ആണ്. പക്ഷേ എ അത് കട്ടെടുത്ത് വിൽക്കുക ചെയ്യുന്നത് സിക്ക്. സി വിചാരിച്ചു എ ഇസ് ദ ഓണർ ഓഫ് ദ റിസ്റ്റ് വാച്ച് ആൻഡ് പർച്ചേസസ് ദ സെയിം ആഫ്റ്റർ പേയിങ് ദ എമൗണ്ട്. സോ ഇൻ ദിസ് കേസ് എ ഇസ് ദ നോൺ ഓണർ ഓഫ് ദ റിസ്റ്റ് വാച്ച് ആൻഡ് ഹി ഹാസ് നോ ടൈറ്റിൽ ടു സെൽ ദ സെയിം. സോ ഇൻ ദിസ് കേസ് ബി ആണല്ലോ ശരിക്കുള്ള ഓണർ. എ കട്ടെടുത്ത് വിറ്റതായതുകൊണ്ട് എ എന്ന് പറയുന്നത് നോൺ ഓണറാണ്. അപ്പോൾ ഈ സിക്ക് എന്ത് കിട്ടില്ല എന്നാണ് പറയുന്നത്? സി കാശൊക്കെ മുടക്കി വാങ്ങിയതാണെങ്കിൽ കൂടി എന്ത് കിട്ടില്ല എന്നാണ് പറയുന്നത്? ഹി ഷാൽ നോട്ട് എക്വയർ എനി റൈറ്റ് ഓർ ടൈറ്റിൽ ഓവർ ദി വാച്ച്. ഓക്കെ, അപ്പോൾ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുന്നില്ല, ശരിക്കുള്ളൊരു ഓണർഷിപ്പ് കിട്ടില്ല എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ ഒരു ജനറൽ റൂള് പറയുന്നുണ്ട്. അതായത് ദ ഓണർ ഓഫ് ഗുഡ്സ് ക്യാൻ ട്രാൻസ്ഫർ എ ഗുഡ് ടൈറ്റിൽ. ഓണർഷിപ്പ് പാസ് ചെയ്യാനുള്ള റൈറ്റ് ആർക്ക് മാത്രമേ ഉള്ളൂ? റിയൽ ഓണറിന് മാത്രമേ ഉള്ളൂ. അപ്പം നോ വൺ ക്യാൻ ഗിവ് എ ബെറ്റർ ടൈറ്റിൽ ദാൻ വാട്ട് ഈ ഹിംസെൽഫ് ഹാസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു റൂളാണ് ഈ ഒരു മാക്സിമിൽ പറയുന്നുണ്ട്. നെമോ ഡാറ്റ് കോഡ് നോൺ ഹാബിറ്റ്. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ദാറ്റ് നോ വൺ ക്യാൻ ഗീവ് വാട്ട് ഈ ഹിംസെൽഫ് ഹാസ് നോട്ട്. അതായത് അവരവർക്ക് ഇല്ലാത്തതിൽ കൂടുതൽ ഒരു സാധനം എന്താക്കാൻ പറ്റില്ല, അതിലും കൂടുതലായിട്ടൊന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് വൺ കനോട്ട് ഗീവ് ദാറ്റ് വാട്ട് ഈ ഹാസ് നോട്ട്. ഓക്കെ, അപ്പോൾ ബയർ കനോട്ട് എക്വയർ എ ബെറ്റർ ടൈറ്റിൽ ദാൻ വാട്ട് ദ സെല്ലർ ഹാഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻ നെമോ ഡാറ്റ് കോഡ് നോൺ ഹാബിറ്റ് എന്നുള്ള മാക്സിമിൽ പറയുന്നത്. പക്ഷേ ദർ ആർ സർട്ടൻ എക്സെപ്ഷൻസ് ടു ദിസ് റൂൾ. അതായത് റിയൽ ഓണർ അല്ലെങ്കിൽ കൂടി ചില സമയത്ത് എന്താവും? ഓണർഷിപ്പ് പാസസ് ടു ദി ബയർ. അതായത് സെയിൽ ഓഫ് ഗുഡ്സ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണർഷിപ്പ് പാസസ് ടു ദി ബയർ ഈവൻ ദോ ദ സെല്ലർ ഇസ് നോട്ട് എ റിയൽ ഓണർ. അതേതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് പറയുന്നത് സെയിൽ അണ്ടർ ടൈറ്റിൽ ബൈ എസ്റ്റോപ്പൽ. എസ്റ്റോപ്പൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരാളപ്പോൾ തെറ്റിദ്ധരിപ്പിച്ചിങ്ങാണ്ട് ഒരു കാര്യം ശരിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. പിന്നീട് ആ ആൾക്ക് ആ കാര്യം എന്താക്കാൻ പറ്റില്ല, ഹി കനോട്ട് ഡിനൈ ദ ട്രൂത്ത് ഓഫ് ദാറ്റ് തിങ്. നിങ്ങൾ എസ്റ്റോപ്പിൽ പഠിച്ചതാണ്. അപ്പം അങ്ങനെ ഒരു സെയിൽ നടക്കുന്നുണ്ടെങ്കിൽ, അതായത് ശരിക്കും ഓണറല്ല, പക്ഷേ ഓണർ പറയുക അങ്ങനെ എന്താ ഇവിടെ പറയുന്നതാണ്, അണ്ടർ സർട്ടൻ സർക്കംസ്റ്റൻസസ് ദ ട്രൂ ഓണർ മേ ബി പ്രിവെൻറ്റഡ് ബൈ ഹിസ് കോൺടാക്ട് ഫ്രം ഡിനൈയിങ് ദ സെല്ലേഴ്സ് അതോറിറ്റി ടു സെൽ. ഇവിടെ എക്സാമ്പിൾ പറയുന്നതാണ്, എക്സ് ഇസ് ദ ഓണർ ഓഫ് സർട്ടൻ ഗുഡ്സ്. ശരിക്കുള്ള ഓണർ ആരാണ്? എക്സ് ആണ്. എക്സ് ആക്ട് ഇൻ സച്ച് എ മാനർ ദാറ്റ് വൈ ഇസ് ഇൻറ്റ്യൂസ് ടു ബിലീവ് ദാറ്റ് ഗുഡ്സ് ബിലോങ് ടു സെഡ്. അപ്പോൾ വൈനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈ ഗുഡ്സ് ആരുടെയാണ്? സെഡിൻ്റെയാണ്. ശരിക്കും ഗുഡ്സ് ആരുടെയാണ്? എക്സിൻ്റെയാണ്. On that belief, Y buys the goods from Z. Okay. അപ്പോൾ അണ്ടർ ദീസ് സർക്കംസ്റ്റൻസസ് കോർട്ട് വിൽ നോട്ട് അലൗ എക്സ് ടു പ്രൂവ് ഹിസ് ഓണർഷിപ്പ് എന്നാണ് പറയുന്നത്. അതായത് പിന്നീട് അത് മാറ്റാൻ പറ്റില്ല. അതായത് വൈ വാങ്ങിയത് സെഡ് ഓണറാണെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ അപ്പം ആ കാര്യം പിന്നീട് എന്താക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് റിയൽ ഓണർ കനോട്ട്
ഡിനൈ ദ ട്രൂത്ത് ഓഫ് ദാറ്റ് തിങ്. അപ്പോൾ അങ്ങനെ നടക്കുന്ന സെയിലാണെങ്കിൽ, സെയിൽ അണ്ടർ ടൈറ്റിൽ ബൈ എസ്റ്റോപ്പൽ ആണെങ്കിൽ അവിടെ എന്ത് നടക്കുന്ന പറയുന്നത്, വൺ ക്യാൻ ട്രാൻസ്ഫർ എ ബെറ്റർ ടൈറ്റിൽ ദാൻ വാട്ട് ഹി ഹിംസെൽഫ് ഹാസ്. ദെൻ സെക്കൻഡ് കേസ്, സെയിൽ ബൈ മെർക്കൻറ്റൈൽ ഏജൻറ്റ്. മെർക്കൻറ്റൈൽ ഏജൻറ്റ് അറിയാലോ, നമ്മൾ ഏജൻസിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മെർക്കൻറ്റൈൽ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഇസ് എ പേഴ്സൺ ഹു ഹാസ് അതോറിറ്റി ഇൻ ദ കസ്റ്റമറി കോഴ്സ് ഓഫ് ബിസിനസ് ഈദർ ടു സെൽ ഗുഡ്സ് ഓർ ടു കൺസൈൻ ഗുഡ്സ് ഫോർ ദ പേർപ്പസ് ഓഫ് സെയിൽ ഓർ ബൈ ഗുഡ്സ് ഓർ ടു റേസ് മണി ഓൺ സെക്യൂരിറ്റി ഓഫ് ഗുഡ്സ്. അപ്പോൾ ഒരു മെർക്കൻറ്റൈൽ ഏജൻറ്റ് സാധനം വിൽക്കണം. അയാൾ ശരിക്കും ഓണർ അല്ല, ശരിക്കും ഓണർ പ്രിൻസിപ്പിളാണ്. ഒരു മെർക്കൻറ്റൈൽ ഏജൻറ്റ് സാധനം വിറ്റിട്ടുണ്ടെങ്കിൽ വാങ്ങുന്ന ആൾക്ക് എന്ത് കിട്ടുന്ന പറയുന്നത്, ദ പർച്ചേസർ ഓർ ബയർ ഗെറ്റ്സ് എ ഗുഡ് ടൈറ്റിൽ ഇഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. അപ്പോൾ ഗുഡ് ടൈറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഏജൻറ്റ് ഇസ് ഇൻ പൊസഷൻ ഓഫ് ഗുഡ്സ്. ഫസ്റ്റത്തെ കാര്യം അതാണ്. ഒരു ബെറ്റർ ടൈറ്റിൽ ബയർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വിൽക്കുന്ന സമയത്ത് ആരുടെ കയ്യിൽ വേണം, ഗുഡ്സ് ആരുടെ കയ്യിൽ വേണം, ദ ഏജൻറ്റ്. അതായത് ഏജൻറ്റ് ഇസ് ഇൻ പൊസഷൻ ഓഫ് ഗുഡ്സ് ഓർ ഓഫ് എ ഡോക്യുമെൻറ്റ് ഓഫ് ടൈറ്റിൽ ടു ദി ഗുഡ്സ്. സെക്കൻഡ് കണ്ടീഷൻ ഇസ് സച്ച് പൊസഷൻ ഇസ് വിത്ത് എ കൺസെൻറ്റ് ഓഫ് ദി ഓണർ. അയാൾ ഏജൻറ്റിൻ്റെ കയ്യിൽ വെച്ചിരിക്കുന്നത് ആരുടെ കൺസെൻറ്റോട് കൂടിയിട്ടായിരിക്കണം, പ്രിൻസിപ്പളെ കൺസെൻറ്റോട് കൂടിയിട്ടായിരിക്കണം. പിന്നെ ദ ഏജൻറ്റ് സെൽസ് ദ ഗുഡ്സ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. ദെൻ പർച്ചേസർ ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഹാസ് നോ നോട്ടീസ് ദാറ്റ് ദ ഏജൻറ്റ് ഹാഡ് നോ അതോറിറ്റി ടു സെൽ. പർച്ചേസർ വാങ്ങിയത് ഗുഡ് ഫെയ്ത്തിൽ തന്നെയാണ്. അതേപോലെ ബയർക്ക് നോട്ടീസൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, അയാളെ ശ്രദ്ധയിൽ പെട്ടിട്ടുമില്ല എന്ത് അങ്ങനെ ഏജൻറ്റിന് അങ്ങനെ സെല്ല് ചെയ്യാനുള്ള അതോറിറ്റി ഇല്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് അയാളെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹി ക്യാൻ പർച്ചേസ് ദ ഗുഡ്സ് ആൻഡ് ഹി വിൽ ഗെറ്റ് ദ ഓണർഷിപ്പ്. ഓക്കെ. തേർഡ് കേസ്, സെയിൽ ബൈ കോ ഓണർ. കോ ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ, കോ ഓണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദ ജോയിൻറ്റ് ഓണേഴ്സ്. അതായത് ഇഫ് എ പ്രോപ്പർട്ടി either movable or immovable belongs to one or more persons, they are called co-owners. അപ്പോൾ co-owners എന്ന് പറയുന്നത് ആരാ? ഇപ്പോൾ ഒരു ഗുഡ്സ് ഒന്നിലധികം ആളുകൾക്ക് അവകാശപ്പെട്ടൊരു ഒരു നാലാളുടെ പേരിലുള്ള ഒരു സ്വത്താണെങ്കിൽ അങ്ങനെ അവർ നാലാളെയും കൂടിയാണ് എന്തെന്ന് പറയുന്നത്, co-owners എന്ന് പറയാം. അപ്പോൾ ഇഫ് എ പേഴ്സൺ പർച്ചേസസ് ഗുഡ്സ് ഫ്രം വൺ ഓഫ് ദി co-owners who is in sole possession of goods with the permission of his co-owners, the buyer will get a വാലിഡ് ടൈറ്റിൽ ഓവർ ദ ഗുഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നോൺ ഓണേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കോ ഓണേഴ്സ് ആരെങ്കിലും ഒരാളുടെ അടുത്ത് നിന്ന് വാങ്ങിയാലും മതി, പക്ഷേ മറ്റുള്ളവരുടെ പെർമിഷനോട് കൂടിയാണെങ്കിലും അതേപോലെ ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങുന്നത് അയാളുടെ കയ്യിൽ സോൾ പൊസഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ വാങ്ങുന്ന ആൾക്ക് എന്ത് കിട്ടുന്ന പറയുന്നത്, വിൽ ഗെറ്റ് എ ബെറ്റർ ടൈറ്റിൽ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്തൊക്കെയാണ് കണ്ടീഷൻസ് വെച്ചാൽ, ദ ഓണർ മസ്റ്റ് ബി ഇൻ ദ സോൾ പൊസിഷൻ ഓഫ് ഗുഡ്സ്. സെക്കൻഡ്, ദ പൊസിഷൻ മസ്റ്റ് ബി വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദി അതർ കോ ഓണേഴ്സ്. ദെൻ ദി ബയർ ഷുഡ് പർച്ചേസ് ദ ഗുഡ്സ് ഫോർ കൺസിഡറേഷൻ. ലാസ്റ്റ് വൺ, ദ ബയർ മസ്റ്റ് ബി വിത്തൗട്ട് നോട്ടീസ് ദാറ്റ് സെല്ലർ ഹാസ് നോ അതോറിറ്റി ടു സെൽ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ. ഇനി വേറൊരു എക്സെപ്ഷൻ പറയുന്നത്, സെയിൽ ഓഫ് ഗുഡ്സ് ഒബ്റ്റെയിൻഡ് അണ്ടർ എ വോയിഡബിൾ എഗ്രിമെൻറ്റ്. വോയിഡബിൾ സെയിൽ ബൈ എ പേഴ്സൺ ഇൻ പൊസിഷൻ അണ്ടർ എ വോയിഡബിൾ കോൺട്രാക്റ്റ്. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വെൻ ദ സെല്ലർ ഓഫ് ഗുഡ്സ് ഹാസ് ഒബ്റ്റെയിൻഡ് പൊസിഷൻ ദെയർ ഓഫ് അണ്ടർ എ വോയിഡബിൾ എഗ്രിമെൻറ്റ്. വോയിഡബിൾ എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ചിലപ്പോൾ എന്തെങ്കിലും ഫ്രോഡോ അല്ലെങ്കിൽ മിസ്റെപ്രസെൻറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും വഴിക്ക് കിട്ടിയിട്ടുള്ളതാവാം. അപ്പോൾ അങ്ങനെയാണ് സെയിൽ നടക്കുന്നതെങ്കിൽ ദ ബയർ ഒബ്റ്റെയിൻസ് എ ഗുഡ് ടൈറ്റിൽ ടു ദ ഗുഡ്സ് പ്രൊവൈഡഡ് ഹി ബൈസ് ദം ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് വിത്തൗട്ട് നോട്ടീസ് ഓഫ് സെല്ലേഴ്സ് ഡിഫെക്റ്റ് ഓഫ് ടൈറ്റിൽ. അപ്പം അതിൽ ആ മിസ്റെപ്രസെൻറ്റേഷൻ വഴിയൊക്കെ അങ്ങനെയൊക്കെ ആയിട്ടൊരു സെയിൽ നടന്നിട്ടുണ്ടെങ്കിലും ബയർ വിൽ ഗെറ്റ് എ ഗുഡ് ടൈറ്റിൽ എന്നാണ് പറയുന്നത്. പക്ഷേ എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്, സെയിൽ നടക്കുന്ന സമയത്ത് അയാൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് എന്തായിരിക്കണം എന്നാണ് പറയുന്നത്, ഗുഡ് ഫെയ്ത്തിലായിരിക്കണം. അതേപോലെ വിത്തൗട്ട് നോട്ടീസ് ഓഫ് സെല്ലേഴ്സ് ഡിഫെക്ട്സ് ഓഫ് ടൈറ്റിൽ. അപ്പം ഇങ്ങനെ എന്താ പറയുക, ഒരു വാലിഡ് ടൈറ്റിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ വോയിഡബിൾ കോൺട്രാക്റ്റ് ആണെങ്കിൽ കൂടി ബയർ വിൽ ഗെറ്റ് എ വാലിഡ് ടൈറ്റിൽ എന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ദ ഫോളോയിങ് കണ്ടീഷൻ ഷുഡ് ബി ഫുൾഫിൽഡ് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്, ദ സെല്ലർ മസ്റ്റ് ബി ഇൻ പൊസഷൻ ഓഫ് ഗുഡ്സ്. സെല്ലറുടെ കയ്യിലായിരിക്കണം ഗുഡ്സ്. ദ പൊസഷൻ മസ്റ്റ് ബി അണ്ടർ എ കോൺട്രാക്റ്റ്. ദെൻ ദ കോൺട്രാക്ട് മസ്റ്റ് ബി വോയിഡബിൾ വൺ.
The buyer must purchase the same for value and in good faith, and buyer must purchase the same before contract of sale which is voidable is rescinded or set aside. ഓക്കെ, ഇനി അപ്പോൾ ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. എ പേഴ്സൺ ഹു ഹാസ് ഒബ്റ്റെയിൻ പൊസിഷൻ ഓഫ് ഗുഡ്സ് അണ്ടർ എ കോൺട്രാക്ട് വിച്ച് ഇസ് വോയിഡബിൾ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ, കൊയേഷൻ ഓർ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ക്യാൻ കൺവേ എ ഗുഡ് ടൈറ്റിൽ എന്നാണ് പറയുന്നത്. അവർക്ക് ഓണർഷിപ്പ് ത്രൂ ഓണർഷിപ്പ് പാസ് ചെയ്യും, പ്രൊവൈഡഡ് ദ സെയിൽ ടേക്ക് പ്ലേസ് ബിഫോർ ദ വോയിഡബിൾ കോൺട്രാക്ട് ഇസ് അവോയ്ഡഡ്. ഓക്കെ, അടുത്ത എക്സെപ്ഷൻ പറയുന്നത് റീസെയിൽ ബൈ സെല്ലർ ഇൻ പൊസഷൻ ആഫ്റ്റർ സെയിൽ. അതായത് ഒരു സാധനം സെയിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ പൊസഷൻ കൈമാറുന്നതിന് മുന്നേ വീണ്ടും സെയിൽ നടക്കുക. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം നിങ്ങൾക്ക്. നിങ്ങളെ കയ്യിലൊരു വാച്ച് എന്തെങ്കിലും ഉണ്ട് വിചാരിക്കും, നിങ്ങളത് വിറ്റു ഒരാൾക്ക്, അതിന് 100 റുപ്പീസ് അഡ്വാൻസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് കൊടുക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, അന്ന് വൈകുന്നേരം അതിലും കൂടുതൽ ആരെങ്കിലും വില പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരാൾക്ക് കൊടുക്കുക. പക്ഷെ അങ്ങനെ വിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ ആ സാധനം വേണം, പൊസഷൻ നിങ്ങളെ കയ്യിലായിരിക്കണം, എന്നെങ്കിൽ മാത്രമേ റീസെയിൽ നടത്താൻ പറ്റുള്ളൂ. ആ കേസിൽ എങ്ങനെയാണെന്നുള്ളതാണ് പറയാൻ പോണത്. മനസ്സിലായോ? റീസെയിൽ ബൈ സെല്ലർ in possession after sale. Where a seller having already sold the goods and is in possession of goods resells the same in good faith and for value and without the notice of previous sale. ആദ്യം വിറ്റ കഥയൊന്നും പറയാണ്ടാണ് സെല്ലർ വിൽക്കുന്നത്. The new buyer will get a good title എന്നാണ് പറയുന്നത്. അതായത് ഒറിജിനൽ ബയർ ഇൻ സച്ച് കേസസ് ക്യാൻ ഒബ്റ്റെയിൻ ഡാമേജസ് ഫ്രം ദി സെല്ലർ. അപ്പം ആദ്യം വാങ്ങിയ ആൾ എന്ത് ചെയ്യും, അവർക്കിനി ഡാമേജസ് ക്ലെയിം ചെയ്യാനേ പറ്റുള്ളൂ. എന്താ പറയുക, ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് വന്നെന്ന് പറഞ്ഞിട്ട്. ഈ പുതിയതായിട്ട് ഈ പൈസ കൊടുത്ത് വാങ്ങിയ ആളുണ്ടല്ലോ, വൈകുന്നേരം വന്ന് വാങ്ങിയ ആൾക്ക് എന്ത് കിട്ടുന്ന പറയുന്നത്, ഹി വിൽ ഗെറ്റ് എ ഗുഡ് ടൈറ്റിൽ ഓവർ ദി ഗുഡ്സ്. ഓക്കെ, ഇനി ലാസ്റ്റ് പറയുന്ന ഇതാണ് സെയിൽ ബൈ ബയർ ഇൻ പൊസഷൻ ഓഫ് ഗുഡ്സ്. അതായത് ഇൻ പൊസഷൻ ഓവർ വിച്ച് ദ സെല്ലർ ഹാസ് സം റൈറ്റ്സ്. അതിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ബയർക്ക് സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ സെല്ലർക്ക് എന്തൊക്കെയോ റൈറ്റ് ഇനിയും ആ ഗുഡ്സിൻ്റെ മുകളിലുണ്ട്. അതായത് ഫുൾ ഓണറായിട്ടില്ല ബയർ. അങ്ങനെയാവുന്ന സമയത്ത് ആ ബയർ അത് വീണ്ടും വിറ്റിട്ടുണ്ടെങ്കിൽ എങ്ങനെ സംഭവിക്കും നോക്കാം. വെൻ ഗുഡ്സ് ആർ സോൾഡ് സബ്ജക്റ്റ് ടു സം ലീൻ ഓർ റൈറ്റ് ഓഫ് ദി സെല്ലർ. അതായത് ചിലപ്പം അൺപെയ്ഡ് സെല്ലറായിട്ടായിരിക്കാം. അൺപെയ്ഡ് സെല്ലർ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് വിറ്റ് കഴിഞ്ഞിട്ട് മുഴുവൻ കാശ് കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള സെല്ലറിനാണ് അൺപെയ്ഡ് സെല്ലർ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ അൺപെയ്ഡ് സെല്ലറൊക്കെ ആണെങ്കിൽ ആ ഗുഡ്സിൻ്റെ മുകളിൽ ആ സെല്ലറിന് കുറച്ച് റൈറ്റ്സ് ഉണ്ടാവും, ഈവൻ ദോ ഗുഡ്സ് ആർ വിത്ത് ദ ബയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ബയർ എന്ത് ചെയ്യാം, ഹി മേ സെൽ, പ്ലെഡ്ജ് ഓർ അതർവൈസ് ഡിസ്പോസ് ഓഫ് ദ ഗുഡ്സ് ടു എ തേർഡ് പാർട്ടി ആൻഡ് ഗിവ് ഹിം എ ഗുഡ് ടൈറ്റിൽ പ്രൊവൈഡഡ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. അപ്പോൾ ദ ഫസ്റ്റ് എന്തൊക്കെ കണ്ടീഷൻസാണ് പറയുന്നതെന്ന് വെച്ചാൽ, ദ ഫസ്റ്റ് ബയർ ഇസ് ഇൻ പൊസഷൻ ഓഫ് ഗുഡ്സ് ഓർ ഡോക്യുമെൻറ്റ്സ് ഓഫ് ടൈറ്റിൽ ടു ദ ഗുഡ്സ് വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദി സെല്ലർ. അപ്പം ഫസ്റ്റത്തെ ബയറെ കയ്യിൽ എന്തുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്, ആ ഗുഡ്സ് ഉണ്ടാവണം, എന്നാലേ അയാൾക്ക് റീസെല് ചെയ്യാൻ പറ്റുള്ളൂ. അതേമാതിരി ട്രാൻസ്ഫർ ഇസ് ബൈ ദ ബയർ ഓർ ബൈ എ മെർക്കൻറ്റൈൽ ഏജൻറ്റ് ആക്ടിങ് ഫോർ ഹിം. The person receiving the same act in good faith and without notice of any lien or other right of the original seller. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. എ പേഴ്സൺ ഹാവിങ് ബോട്ട് ഓർ അഗ്രീഡ് ടു ബോട്ട് ഒബ്റ്റെയിൻസ് വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദ സെല്ലർ പൊസഷൻ ഓഫ് ദ ഗുഡ്സ് ഓർ ഡോക്യുമെൻറ്റ്സ് ഓഫ് ടൈറ്റിൽ ടു ദ ഗുഡ്സ്. അതായത് ദ ഡെലിവറി ഓഫ് സച്ച് പേഴ്സൺ ഓഫ് ദ ഗുഡ്സ് ഓർ ഡോക്യുമെൻറ്റ്സ്, പ്ലെഡ്ജ് ഓർ അതർ disposition thereof will be valid and effective if the person receiving the same acted bona fide and without notice of seller's lien എന്നാണ് പറയുന്നത്. ലാസ്റ്റ് പറയുന്നത് സെയിൽ അണ്ടർ പ്രൊവിഷൻസ് ഓഫ് അതർ ആക്ട്. അതായത് there are other laws providing that the seller, even though he is not the owner, might have a right to give a better title to the goods. അതായത് ആക്റ്റിൽ ചില നിയമം തന്നെ പറയുന്നുണ്ട്, ശരിക്കും ഓണർ അല്ലാത്ത ആളുകൾക്കും ഒരു ബെറ്റർ ടൈറ്റിൽ കൈമാറാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിലിങ്ങനെ ആ ആക്റ്റിൽ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള വേർഡ്സ് ഉണ്ടാവും, സബ്ജക്റ്റ് ടു ദ പ്രൊവിഷൻസ് ഓഫ് എനി അതർ ലോ ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയുള്ള സാധനമാണെങ്കിൽ അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നത് അതാണ്, പോണി അല്ലെങ്കിൽ പ്ലെഡ്ജി.
അയാൾ എന്താ ചെയ്യുന്നത് എന്നാ പറയുന്നത്, പോണി പ്ലെഡ്ജ് ഓർമ്മ ഉണ്ടല്ലോ പഠിച്ചത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഗോൾഡോ സാധനങ്ങളോ വെച്ചിട്ട് ലോണൊക്കെ എടുക്കുക. അപ്പം എത്ര കാലം ലോൺ അടയ്ക്കാതെ ഇരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പോണിക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്, ഈ ക്യാൻ സെൽ ദ ഗുഡ്സ് എന്നുള്ള ഈ ഹാസ് ദ റൈറ്റ് ടു സെൽ ദ ഗുഡ്സ്. എന്നിട്ട് അത് വിറ്റുങ്ങാണ്ട് എത്രയാണോ ലോണ് പിടിച്ചെടുക്കാനുള്ളത് അത് പിടിച്ചെടുക്കാനുള്ള റൈറ്റൊക്കെ പോണിക്കുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും പോണി റിയൽ ഓണർ അല്ല, എന്നിട്ട് കൂടി അയാൾക്ക് എന്തിനുള്ള ഇതുണ്ട് എന്നാണ് പറയുന്നത്, ഈ ഹാസ് ദ റൈറ്റ് ടു സെൽ ദ ഗുഡ്സ്. അങ്ങനെ സെല് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഓപ്ഷനൊക്കെ വെച്ചിട്ട് സെല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വാങ്ങുന്ന ആൾക്കൊരു ബെറ്റർ ടൈറ്റിൽ കിട്ടും, ഓണർഷിപ്പ് കിട്ടുന്നുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ അതാണ് ലാസ്റ്റത്തെ പോയിന്റ് പറയുന്നത്, സെയിൽ അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് അതർ ആക്ട്. അങ്ങനെ ആ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ ഇങ്ങനെ ഒരു ക്ലോസ് പറയുന്നുണ്ട്, എന്താണ്, സബ്ജക്റ്റ് ടു ദ പ്രൊവിഷൻസ് ഓഫ് എനി അതർ ലോ ഫോർ ദ ടൈം ബീങ് ഇൻ ഫോഴ്സ് എന്നുള്ള. ഓക്കെ, താങ്ക് യു. ഇതാണ് സെയിൽ ബൈ നോൺ ഓണേഴ്സ് ആൻഡ് റൂൾസ് അപ്ലിക്കബിൾ വൈൽ ട്രാൻസ്ഫറിങ് ദി